സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ കോൺഗ്രസ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ഇന്ന് ഡൽഹിയിൽ യോഗം ചേരും. സിറ്റിംഗ് എംഎൽഎമാർ ഉൾപ്പെടെ 60 പേരുടെ ആദ്യഘട്ട പട്ടികയ്ക്ക് ഇന്ന് അംഗീകാരമായേക്കും. പാലക്കാട്, തൃപ്പൂണിത്തുറ എന്നീ സിറ്റിംഗ് മണ്ഡലങ്ങൾ ഒഴികെ 20 എംഎൽഎമാരുടെ കാര്യത്തിൽ ധാരണയായിട്ടുണ്ട്. അതേസമയം എംപിമാർ മത്സരിക്കാനുള്ള താൽപര്യം പ്രകടമാക്കിയത് നേതൃത്വത്തെ വലയ്ക്കുകയാണ്. സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി ആരും രംഗത്ത് വരേണ്ടതില്ലെന്ന് കെപിസിസി അധ്യക്ഷൻ ഇന്നലെ താക്കീത് നൽകിയിരുന്നു. ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടികയ്ക്ക് കേന്ദ്ര നേതൃത്വം അംഗീകാരം നൽകിയാൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തോടൊപ്പം പട്ടിക പുറത്തുവിടാനാണ് കോൺഗ്രസിന്റെ നീക്കം. ഡൽഹിയിൽ നിന്ന് തൗഫീഖ് അസ്ലവും തിരുവനന്തപുരത്ത് നിന്ന് രജീഷ് കെസിയും വിവരങ്ങൾ നൽകും. തൗഫീഖിലേക്ക് ആദ്യം. തൗഫീഖ്, അങ്ങനെ ഒരു 60 പേരുടെ അന്തിമ പട്ടിക അതിപ്പോൾ ഡൽഹിയിൽ ഇന്നലെയൊക്കെ നടന്നിരുന്നു ചർച്ചകൾ. അപ്പോൾ ഇന്നത് ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിക്കാൻ ഉതകുന്ന രീതിയിൽ ഒരു അന്തിമ പട്ടികയാകുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? ജിൽസി, ഇന്ന് വൈകുന്നേരമാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി യോഗം ചേരുന്നത്. ഈ യോഗത്തോടു കൂടി ഒരു ആദ്യഘട്ട പട്ടികയ്ക്ക് അന്തിമ രൂപം നൽകാൻ സാധിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് ആ നേതൃത്വമുള്ളത്. എന്നാൽ അതിനിടയിലാണ് ചില എംപിമാർ മത്സര താല്പര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നേതാക്കളെ സമീപിച്ചിരിക്കുന്നത്. ഇത് വലിയ രീതിയിലുള്ള പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ്. എന്താണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു ആശയക്കുഴപ്പം ഇപ്പോഴും ആ നേതൃത്വത്തിനുണ്ട്. സംസ്ഥാന നേതൃത്വം പറയുന്നത് നിലവിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല എന്നുള്ള തന്നെയാണ് സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ അതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. ഇന്ന് ചേരുന്ന യോഗത്തിലായിരിക്കും അതിലൊരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ. കെ.സി. വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിച്ചേക്കുമെന്നുള്ള അഭ്യൂഹങ്ങൾ കഴിഞ്ഞ ദിവസം പരന്നിരുന്നു. എന്നാൽ അതൊരു അഭ്യൂഹം മാത്രമാണെന്നാണ് സംസ്ഥാന നേതാക്കളിൽ നിന്ന് ലഭിക്കുന്ന ആ വിവരം. അതിനിടയിലായിരുന്നു കൊടിക്കുന്നിൽ സുരേഷും അടൂർ പ്രകാശും MK രാഘവൻ ഉൾപ്പെടെയുള്ള എംപിമാർ ഇന്നലെ സണ്ണി ജോസഫിനെയും പ്രതിപക്ഷ നേതാവിനെയും എല്ലാം കാണാനായി ഡൽഹിയിലെ കേരള ഹൌസിലെത്തിയത്. ഇതാണ് ഇപ്പോൾ ഒരു പ്രതിസന്ധിക്ക് കാരണമായി നിലനിൽക്കുന്നത്. നേതൃത്വം പറഞ്ഞാൽ മത്സരിക്കും എന്നുള്ള ഒരു പ്രതികരണം ഇന്നലെ എംപിമാർ നടത്തുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് അവരെ എങ്ങനെയാണ് പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും രീതിയിൽ മത്സരിപ്പിക്കണോ അല്ലെങ്കിൽ അവരെ മാറ്റി നിർത്തണോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനത്തിലേക്ക് എത്താനായിട്ട് ഇപ്പോഴും നേതൃത്വത്തിന് സാധിച്ചിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 60 പേരുടെ ഒരു ആദ്യഘട്ട പട്ടിക തയ്യാറാക്കി വെക്കാനായിട്ടാണ് നേതൃത്വം ഇപ്പോൾ തയ്യാറായിരിക്കുന്നത്. അതിൽ 50 പട്ടികയോളം ഇതിനോടകം തന്നെ അത് റെഡിയായിരിക്കുകയാണ്. ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പോ അല്ലെങ്കിൽ അതിനു ശേഷമോ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നുള്ളൊരു ആത്മവിശ്വാസത്തിലാണ് ആ നേതൃത്വം ഉള്ളത്. ഈ സ്ഥാനാർത്ഥി ആകണം എന്നുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് കൂടുതൽ ആളുകൾ നേതൃത്വത്തെ സമീപിക്കുന്നതാണ് നിലവിലൊരു പ്രതിസന്ധിക്ക് കാരണമായിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനായിട്ട് ഇനിയിപ്പോൾ ദിവസങ്ങൾ മാത്രമായിരിക്കും ബാക്കിയുണ്ടാവുക. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ സംസ്ഥാനങ്ങളിലെ പര്യടനമെല്ലാം പൂർത്തിയായിരിക്കുകയാണ്. ഏത് നിമിഷവും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാർത്താ സമ്മേളനം വിളിച്ച തെരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിക്കാം. അതുകൊണ്ട് എത്രയും വേഗം ഈ പട്ടിക തയ്യാറാക്കി വെക്കുക എന്നുള്ളതാണ് നേതൃത്വത്തിന് മുന്നിലുള്ള ഒരു വഴി. അതുകൊണ്ടാണ് ഇന്ന് വൈകുന്നേരം കേന്ദ്ര തെരഞ്ഞെടുപ്പ് സമിതി ആ യോഗം ചേരുന്നത്. മല്ലികാർജ്ജുൻ ഖാർഗെയുടെ അധ്യക്ഷതയിലായിരിക്കും ഈ യോഗം ചേരുക. യോഗത്തിൽ ഒരു ആദ്യഘട്ട പട്ടികയ്ക്ക് ഇന്ന് തന്നെ അന്തിമ രൂപം നൽകുകയും ചെയ്യും. അതോടൊപ്പം തന്നെ ചില മണ്ഡലങ്ങൾ ഇതിനോടകം തന്നെ ഒഴിച്ചിട്ടുകൊണ്ടുള്ള ഒരു ആദ്യഘട്ട പട്ടികയായിരിക്കും പ്രഖ്യാപിക്കുക. ചില പ്രമുഖ നേതാക്കൾ കോൺഗ്രസിലേക്ക് വരാൻ സാധ്യതയുണ്ട് എന്നുള്ള വിവരങ്ങൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു. അതുകൊണ്ട് ആ നിലയിൽ ചില മണ്ഡലങ്ങൾ ഉൾപ്പെടെ ഒഴിച്ചിട്ടിട്ടാണ് ഒരു ആദ്യഘട്ട പട്ടിക പ്രഖ്യാപിക്കാൻ ഒരുങ്ങുന്നതെന്നാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കണ്ടിരുന്നു പല എംപിമാരും മത്സരിക്കാനുള്ള താല്പര്യം പ്രകടിപ്പിച്ചതും പലർ സ്വയം പ്രഖ്യാപിത സ്ഥാനാർത്ഥികളായി രംഗത്തെത്തുന്നതൊക്കെ കണ്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെതിരെയൊക്കെ KPCC വലിയ താക്കീത് നൽകിയിരുന്നു. അപ്പോൾ ഇന്നിപ്പോൾ ഒരു അന്തിമ സീറ്റ് ചർച്ചയിലേക്കൊക്കെ എത്തുമ്പോൾ ഇക്കാര്യങ്ങളൊക്കെ ചർച്ചയാകും. നിലവിൽ എംപിമാർ മത്സരിക്കേണ്ടതില്ല, അല്ലെങ്കിൽ ചിലർക്ക് ഇളവുകളോടെ മത്സരിക്കാൻ അനുമതി നൽകാം, അത്തരം തീരുമാനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ടോ ഇതിൽ? അതിൽ K. സുധാകരൻ ഉൾപ്പെടെയായിരുന്നു അത്തരമൊരു അവകാശവാദം അല്ലെങ്കിൽ താൻ കണ്ണൂരിൽ മത്സരിക്കും എന്നുള്ളൊരു കാര്യം പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയത്. അതിന് പിന്നാലെയായിരുന്നു KPCC പ്രസിഡന്റ് അത്തരമൊരു കത്തെഴുതിയത്, അല്ലെങ്കിൽ ഒരു കുറിപ്പ് പുറത്തിറക്കിയത്. ആരും സ്വയം പ്രഖ്യാപിച്ച് രംഗത്തെത്തേണ്ട ആവശ്യമില്ല എന്നായിരുന്നു KPCC നിലപാടെടുത്തത്. അതിന് പിന്നാലെയും സുധാകരൻ തന്നെ നിലപാട് തിരുത്താനായിട്ട് ഇതുവരെയും തയ്യാറായിട്ടില്ല. ഈ വിഷയങ്ങളെല്ലാം ഹൈക്കമാൻഡിനെ അറിയിക്കുമെന്ന് സംസ്ഥാന നേതൃത്വം അറിയിച്ചിട്ടുണ്ട്. ഇതിലൊരു അന്തിമ തീരുമാനം എടുക്കേണ്ടത്, അതായത് എംപിമാരുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം എടുക്കേണ്ടത് ഹൈക്കമാൻഡാണ്. കഴിഞ്ഞ ദിവസം അസമിലെ നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഒരു ആദ്യഘട്ട പട്ടിക ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചിരുന്നു. ആ പട്ടികയിൽ ഗൗരവ് ഗൊഗോയ് ഉൾപ്പെടെ ഇടം പിടിച്ചിരുന്നു. ഗൗരവ് ഗൊഗോയ് നിലവിൽ അസമിലെ ജോർഹണ്ടിൽ നിന്നുള്ള MP ആണ്, അസമിലെ PCC അധ്യക്ഷനാണ്. ഗൗരവ് ഗൊഗോയോട് മത്സരിക്കാനായിട്ട് ഹൈക്കമാൻഡ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അത് അസമിലെ ഒരു പ്രത്യേക സാഹചര്യം പരിഗണിച്ചുകൊണ്ടാണ് നിലവിൽ MP ആയിരിക്കുന്ന ഗൗരവ് ഗൊഗോയോട് മത്സരിച്ചോളാൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടത്. അതിന് സമാനമായിട്ടുള്ള ഒരു സാഹചര്യം
കേരളത്തിലില്ല, നിലവിലില്ല എന്നാണ് ഹൈക്കമാൻഡിന്റെ ഒരു വിലയിരുത്തൽ. അതുകൊണ്ട് ഏതെങ്കിലും എംപിമാരോട് മത്സരിക്കാൻ പറയുമോ ഇല്ലയോ എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് കെ സി വേണുഗോപാൽ ഉൾപ്പെടെ മത്സരിക്കണമെന്ന് ഒരു വിഭാഗം ആവശ്യപ്പെടുകയും ഹൈക്കമാൻഡിനെ സമീപിക്കുകയും എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു സാഹചര്യത്തിൽ ആർക്കൊക്കെയായിരിക്കും അത്തരത്തിലൊരു മത്സരിക്കാനായിട്ടുള്ള അനുവാദം നൽകുക എന്നുള്ളൊരു കാര്യത്തിൽ ഇപ്പോഴും സംശയം നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ മത്സരിക്കാൻ പറയുകയാണെങ്കിൽ, അവർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കുകയാണെങ്കിൽ വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് ആ മണ്ഡലത്തിൽ വരും. അത് കൂടുതൽ പ്രതിസന്ധി സൃഷ്ടിക്കും എന്നുള്ളൊരു വിലയിരുത്തൽ കൂടി ദേശീയ നേതൃത്വത്തിനുണ്ട്. അതുകൊണ്ട് ആ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടായിരിക്കും എംപിമാർ മത്സരിക്കണോ വേണ്ടയോ എന്നുള്ളൊരു കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയുള്ളൂ. ഇന്ന് വൈകുന്നേരത്തോടു കൂടി അതിലൊരു തീരുമാനത്തിലേക്ക് എത്തുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. സംസ്ഥാന നേതൃത്വം അറിയിച്ചിരിക്കുന്നത് അങ്ങനെ നിലവിൽ എംപിമാരായിട്ടുള്ള ആരും ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കേണ്ട ഒരു ആവശ്യകത ഇല്ല എന്നുള്ള നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം ഉള്ളത്. എന്നാൽ നിരന്തരമായി എംപിമാർ സംസ്ഥാന നേതൃത്വത്തെയും ദേശീയ നേതൃത്വത്തെയും എല്ലാം ഈ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ബന്ധപ്പെടുന്നുണ്ട്. അതുകൊണ്ട് വിഷയത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തേണ്ടത് ഹൈക്കമാൻഡാണ് എന്ന നിലപാടിലാണ് സംസ്ഥാന നേതൃത്വം നിലവിലുള്ളത്. ഇന്ന് വൈകുന്നേരം ചേരുന്ന യോഗത്തിൽ ഈ വിഷയങ്ങളെല്ലാം വിശദമായി തന്നെ ചർച്ച ചെയ്യും. 5 മണിക്കാണ് ഈ യോഗം ചേരുന്നത്. അതിനുശേഷമായിരിക്കും ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തുക. ഇന്ന് തന്നെ ഒരു 50 പേരുടെ അല്ലെങ്കിൽ ഒരു 60 പേരുടെ പട്ടിക തയ്യാറാക്കി വെക്കാൻ സാധിക്കും, അല്ലെങ്കിൽ അത് റെഡിയാക്കി വെക്കാൻ സാധിക്കുമെന്നുള്ള ആത്മവിശ്വാസത്തിലാണ് നേതൃത്വം ഉള്ളത്.